ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാച്ചസ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പുതിയ ഗെയിം, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഞാനൊരു പുതിയ ഗെയിം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. യൂണിറ്റി ഗെയിം എഞ്ചിനിലാണ് ഈ ഗെയിം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഗെയിം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടാലേ അറിയാം, ഞാനൊരു പുതിയ PC വാങ്ങി. ഞാൻ ആ PC വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഈ വീഡിയോ ഉണ്ടാക്കാൻ. ഞാനൊരു ഗോ കാർട്ട് റേസിംഗ് ഗെയിമാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ ഗെയിമിനെ കുറിച്ചുള്ള പ്രോഗ്രസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. സോ ഇതൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. അങ്ങനെ കുറേ എപ്പിസോഡ്സ് വരും. സോ നമുക്ക് നേരെ കമ്പ്യൂട്ടറിലേക്ക് പോകാം. സോ ഇതാണ് യൂണിറ്റിൻ്റെ ഗെയിം എഞ്ചിൻ്റെ വിൻഡോ. ഇവിടെയാണ് ഞാൻ ഈ ഒരു വിൻഡോ നിന്നാണ് ഞാൻ ഗെയിം ഡെവലപ്പ് ചെയ്യാറ്. താഴെ ഹൈറാർക്കിയും പ്രൊജക്റ്റ് വിൻഡോയും കാണാം. ഹൈറാർക്കി വിൻഡോയും പ്രൊജക്റ്റ് വിൻഡോയും. ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ നമ്മുടെ ഈ ഗെയിമിൻ്റെ ഫുൾ ആസറ്റ്സ്, ഫുൾ മോഡൽസ്, ടെക്സ്ചർ, അതെല്ലാം ഈ ഒരു ഇവിടെ ആസറ്റ്സിൻ്റെ ഇവിടെയാണ് ഉണ്ടാവുക. പിന്നെ ഹൈറാർക്കി ഇവിടെയാണ്. ഇപ്പം ഇതൊരു സീനാണ്. ഈ സീനിലെ എല്ലാ അസറ്റ്സും ഈ ഹൈറാർക്കി വിൻഡോയിലാണ് ഉണ്ടാവുക. ഈ ഹൈറാർക്കി വിൻഡോയിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഒരു മോഡൽ സെലക്ട് ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഈ ഇൻസ്പെക്ടർ വിൻഡോയിൽ ഇവിടെ കാണാം. നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇൻസ്പെക്ടർ വിൻഡോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ സെൻറ്ററിൽ ഇവിടെ സീൻ വ്യൂവും ഗെയിം വ്യൂവും ഉണ്ട്. ഇത് ഗെയിം വ്യൂ ആണ്. നമ്മൾ ഗെയിം പ്ലേ ചെയ്യുമ്പം നമുക്ക് ഔട്ട്കം എന്താണ് കിട്ടുക അത് ഇവിടെ കാണാം. സീൻ വ്യൂവിൽ പോയാൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ഇത് ഇതിൻ്റെ മെയിൻ ഹെഡിങ് ആണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ മൂവ് ചെയ്താൽ അത് ഗെയിം വ്യൂവിൽ ഇവിടെ ചേഞ്ച് ആയി. സോ ഇതാണ് ഞാനിത് വെറുതെ പേര് കൊടുത്തതാണ്. നമുക്ക് പേരെന്തെങ്കിലും മാറ്റണം. ഇതാണ് എൻ്റെ ഗെയിമിൻ്റെ മെയിൻ മെനു. ഇത് കറക്റ്റ് ചെയ്താൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരുത്തും. സീൻസ് പോയാൽ ഇവിടെ ഞാൻ വേറൊരു സീൻ ഉണ്ട്, ട്രയൽ മാപ്പ് 1. ഇതാണ് എൻ്റെ ഇപ്പോഴുള്ള ഗെയിം. ഞാൻ ഇതുവരെ ഡെവലപ്പ് ചെയ്തത് ഇത്രയാണ്. സീൻ വ്യൂവിൽ പോയാൽ ഇതാണ് എൻ്റെ മാപ്പ്. ഞാൻ ഒരു മാപ്പ് ആക്കിയതാണ്. സോ ഒരു റേസ് ട്രാക്ക്, അങ്ങനെ ഒരു മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. എൻ്റെ ഗോ കാർട്ട് ഒരു ഫസ്റ്റ് ഗോ കാർട്ട് മോഡൽ ആക്കിയതാണ്. പിന്നെ ഇവിടെ സ്പീഡോമീറ്റർ ആക്കിയിട്ടുണ്ട്. സീൻ വ്യൂവിൽ ഇവിടെ എൻ്റെ ഗോ കാർട്ടിൻ്റെ മോഡൽ കാണാം. മാപ്പിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാം. അതിൻ്റെ ഓരോ മെഷ് കൊളൈഡർ, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഈ റൈറ്റ് സൈഡ് ഇൻസ്പെക്ടറിലുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഗെയിം റണ്ണായി. ഞാൻ മൂവ്മെൻറ്റ് കൊടുത്തത് WASD കീസാണ്. W നോക്കിയാൽ എൻ്റെ ഗോ കാർട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടെ താഴെ ഇവിടെ അതിൻ്റെ സ്പീഡ് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ക്രാഷായി. S നോക്കിയാൽ റിവേഴ്സാണ്. പിന്നെ Aയും Dയും ലെഫ്റ്റും റൈറ്റും. ഇവിടെ വീൽസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് വീലും അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പോകുമ്പം ഇവിടെ ഒരു RPM ഗേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചാൽ നമ്മൾ ഗെയിം പോസ് ആവും. അപ്പോൾ നമുക്ക് ഗെയിം റിസ്യൂം ചെയ്യാം. തിരിച്ച് ഈ മെയിൻ മെനുവിലേക്ക് വരാം. പിന്നെ ഇവിടെ നിന്ന് ഗെയിം ക്വിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ഒരു റീസെറ്റ് പൊസിഷൻ ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് കാർട്ട് ഇങ്ങനെ തെറ്റി മാപ്പിൻ്റെ പുറത്ത് ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടുന്ന് തിരിച്ച് നമ്മൾ ട്രാക്കിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് അടിച്ചിട്ട് റീസെറ്റ് പൊസിഷൻ കൊടുക്കാം. റീസെറ്റ് പൊസിഷൻ കൊടുത്താൽ തിരിച്ച് ഈ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഇവിടത്തേക്ക് തിരിച്ചു വരും. വേറൊന്നും, ഞാൻ ജസ്റ്റ് ഈ കാർട്ടിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. വേറെ പ്രോഗ്രാം റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് AI അതൊന്നും വെച്ചില്ല. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ സ്ക്രിപ്റ്റ്സിൽ ഈ ഗെയിമിൽ ഓരോ കോഡും ഉണ്ട്. ഇവിടെ എല്ലാ കോഡും ഉണ്ട്. ഇവിടെ 7 പ്രോഗ്രാം
കോഡിലെ ഫയൽസാണുള്ളത്. എല്ലാം C#ലാണ്. യൂണിറ്റ് യൂസ് ചെയ്യുന്നത് C# എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് കാർട്ട് മൂവ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ ഇവിടെ പോസ്റ്റ് മെനു ഉണ്ട്. പിന്നെ ഞാൻ ആ സ്പീഡോമീറ്റർ കാണിച്ചു തന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇതാണ് സൺ. ഇതിൻ്റെ ഫുൾ മെയിൻ ലൈറ്റിംഗ് വരുന്ന ഒബ്ജക്റ്റാണ് സൺ എന്ന് പറയുന്നത്. ഞാൻ നെയിം കൊടുത്തതാണ്. ഇത് ഗെയിം റൺ ആവുമ്പം ഈ സണ്ണിൻ്റെ എക്സ് വാല്യൂ ഇത് 0ൽ താഴെ പോയാൽ ഈ ഓരോ ലൈറ്റ് ഓണാവും. ഒരു ലൈറ്റിംഗ് പോലെ ഞാൻ വെച്ചതാണ്. സോ അതിനുള്ള കോഡാണ് ഈ ഗെയിം മാനേജറിൽ ഞാൻ വെച്ചത്. പിന്നെ ഞാൻ ചെക്ക് പോയിൻറ്റ് സിസ്റ്റം ആക്കാൻ നോക്കിയിന്, പക്ഷെ അത് വർക്കായിട്ട് ഇനി വരുന്ന എപ്പിസോഡ്സിൽ അത് ഞാൻ വർക്കിംഗ് ആക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇതൊരു ഫുൾ സീരീസ് ആക്കണം. ആ ഫുൾ സീരീസ് ആക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ ബൈ ബൈ.